എല്ലാ കൂട്ടുകാർക്കും പിനാക്കിൾ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ കുറച്ച് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇത്രയാണ്: കറണ്ട് ഡെൻസിറ്റി, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈം, ദെൻ ഫൈനലി ദ റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത്രയും ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷനിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കറണ്ട് ഡെൻസിറ്റി എന്താണെന്നാണ്. നോക്കാം, എന്താണ് കറണ്ട് ഡെൻസിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ജെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കറണ്ട് ഡെൻസിറ്റീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് കറണ്ട് ഡെൻസിറ്റി? മക്കളെ, ഒന്നുമില്ല. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എ ആണ്. അതായത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയയിലുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതിന് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഏരിയയ്ക്ക് നോർമലാണ് കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ അതിനുശേഷം രണ്ടാമതാണ് നമ്മൾ എഴുതി വെച്ചത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇവിടെയുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇതിന് കൊളൈഡ് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ വെലോസിറ്റി കിട്ടും. ഒരു ചെറിയ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ: ഒരു കണ്ടക്ടറിനകത്തുള്ള ഒരു ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ്. മനസ്സിലായോ? ദ ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രോണിന് ഗെയിൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് വി ഡി. നമ്മൾ വലിക്കുന്ന വീഡിയോ ഒന്നുമല്ല, വി ഡി എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ആവറേജ് വെലോസിറ്റി പിന്നെ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്തൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ശേഷം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? റിലാക്സേഷൻ ടൈം എന്താണെന്ന്. റിലാക്സേഷൻ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ ഇലക്ട്രോൺ ഇവിടെയുള്ള ആറ്റവും മോളിക്യൂൾസും ഒക്കെ ആയിട്ട് കൊളൈഡ് ചെയ്താണ് എങ്ങോട്ട് പോകുന്നത്? മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിനെ കൊളൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണ്. ഈ ഇലക്ട്രോൺ ഈ ഒരു ആറ്റത്തിനെ കൊളൈഡ് ചെയ്തു. ദെൻ അടുത്ത ആറ്റത്തിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ച് വന്നിട്ട് പിന്നെ ഇതിനെ വന്ന് കൊളൈഡ് ചെയ്തു. ഈ ടൈം കണ്ടോ? ഈ ടൈം, അതായത് ഒരാളെ ഇടിച്ചു, അടുത്ത ആളെ ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ടൈം കണ്ടോ? ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം, ടോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് വെച്ചാൽ ദ ആവറേജ് ടൈം. എന്തിൻ്റെ ആവറേജ് ടൈമാണ്? രണ്ട് സക്സസീവ് കൊളീഷന് ഇടയ്ക്കുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്.
ദ ആവറേജ് ടൈം ടേക്കൺ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് സക്സസീവ് കൊളീഷന് ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം ടോ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എന്താണ് റിലാക്സേഷൻ ടൈം എന്ന്? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഈ റിലാക്സേഷൻ ടൈമും തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ എ ആണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ബൈ എന്താണ്? ടൈമാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷനാണ്. കാരണം ഈ ഒരു ടൈമിലാണ് അവൻ മൂവ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെ ഇതൊരു വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിനടുത്ത ടൈം ടോ ആണെങ്കിൽ എന്തായിരിക്കും ആക്സിലറേഷൻ? വെലോസിറ്റി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി VD - 0 ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? ടോ. അതായത് VD ബൈ ടോ. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത അവസാനമായി പഠിക്കാനുള്ളത് എന്താണ്? റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ഡെറിവേഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആ ഡെറിവേഷനിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലൊരു കണ്ടക്ടറുണ്ട്. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ എ ആണ്. കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണ്. ഇതിനെ ഞാനൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും, അവിടെ കറണ്ട് ഫ്ലോ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ് അല്ലേ? ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് ഡിവൈഡ് ബൈ ടൈം Q/T. ഓക്കെ, ദെൻ ചാർജ്. ഞാൻ പറയുന്ന കുറച്ച് ടേംസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ കണ്ടക്ടറിനകത്തുള്ള ആകെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത്. പിന്നെ ഒരു V ഉണ്ട്. V എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ വോളിയമാണ്. ഇതൊരു സിലിണ്ടറിക്കൽ കണ്ടക്ടറായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു എങ്കിൽ ഇതിൻ്റെ വോളിയമാണ് എന്തെന്ന് പറയുന്നത്? V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ N, ക്യാപിറ്റൽ N, സ്മോൾ n, V ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയത്തിനെ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. കണ്ടോ, ടോട്ടൽ വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, സ്മോൾ ലെറ്റർ n നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ടോട്ടൽ വോളിയത്തിലോ n × V. ഒരു കുട്ടിക്ക് 5 മിഠായിട്ടാണെങ്കിൽ 10 കുട്ടിക്ക് എത്ര ആയിരിക്കും? 5 × 10. അതേ കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ N = സ്മോൾ n × V എന്ന് പറയാൻ പറ്റും. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ. ആ റിലേഷൻ ഓർത്തോണം കേട്ടോ, ഈ സാധനം ഓർത്ത് വെച്ചേക്കോ. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടക്ടറിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, Ne ആണ്. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക, N നമുക്ക് കിട്ടിക്കഴിഞ്ഞു, NV ആണ്. അപ്പോൾ Q = NVE. എന്താണ് V എന്ന് പറയുന്നത്? കണ്ടക്ടറിൻ്റെ വോളിയമാണ് V എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും Q = N വോളിയം. വോളിയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഒരു സിലിണ്ടർ അല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിന് വരെ ഇവിടെ L ആണ്. അപ്പോൾ A. അപ്പോൾ എന്ത് കിട്ടി നമുക്കിവിടെ? വോളിയത്തിന് പകരം A, L പിന്നെ ഒരു E. കണ്ടോ, ഈ ചാർജിനെ എടുത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ റിലേഷനായി. ദെൻ I = നമുക്ക് എന്ത് കിട്ടും? NaLe ഡിവൈഡഡ് ബൈ T. കണ്ടോ, ഇനി മക്കളെ ശ്രദ്ധിച്ച് L/T.
L/T. സപ്പോസ് ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആണ് L എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ അത് സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ് T എങ്കിൽ L/T എന്തായിരിക്കും? ഒബിയസ്ലി വെലോസിറ്റി. എന്ത് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ എന്താണ്? I = NAVDE. NAVDE. ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പഠിച്ചു. എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയിലുള്ള കറണ്ടാണ് കറണ്ട് ഡെൻസിറ്റി. പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ ആവറേജ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി. ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? റിലാക്സേഷൻ ടൈം. എന്താണ്? രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയിലെടുക്കുന്ന ടൈമാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കറണ്ടും അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റിലേഷൻ പഠിച്ചു. എന്താ റിലേഷൻ? I = NAVE. ഞാൻ ആ ഇക്വേഷൻ ഒന്നും എഴുതുവാണ്. I = NAVE. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം, A എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ ഏരിയ, VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹ കൂളം. ഓക്കെ, ഈ ഇക്വേഷൻ പഠിക്കാൻ വളരെ സിമ്പിൾ ടെക്നിക്കുണ്ട്. NAVE ഓർത്താൽ മതി. നേവിയുടെ സ്പെല്ലിംഗ് ഇതല്ല, നിങ്ങൾക്ക് സിമ്പിളാക്കാൻ വേണ്ടി നേവി, Y അല്ല E ആണ് പകരം. NAVE നേവി. അല്ലെങ്കിൽ നാവി, NAVE നാവി. അല്ലെങ്കിൽ എവനെയാണ് അവന്. കണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്കിത് വേണമെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് തന്നെ മറ്റൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. I/A. എന്താ I/A എന്ന് പറയുന്നത്? NVDE. ഇനി നമുക്കറിയാം I/A എന്താണ്? കറണ്ട് ഡെൻസിറ്റി J ആണ്. അപ്പോൾ J = NVDE. കണ്ടോ? ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെക്ചറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരിലോട്ട് നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തുക. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.